അപ്പം ഞങ്ങൾ 3 മണിയായപ്പോൾ പോകാനൊക്കെ റെഡി ആയിട്ടോ. ദേവൂസിന് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തു, ഒരു ബോട്ടിൽ ചുക്കുവെള്ളം എടുത്തു, പിന്നെ നാരങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കരുതേണ്ട കാര്യമില്ല, സ്കൂളിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ അച്ചമ്മ വന്നിട്ട് ദേവുവിനെ യാത്രയാക്കുക കേട്ടോ, നന്നായിട്ട് കളിക്കണം കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അച്ചച്ചൻ്റെ കാലിലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാട്ടോ സ്വത്ത് പോകുന്നത്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. 3 മണിക്ക് ഞങ്ങൾ പുറത്തിറങ്ങി, ദേവുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ സ്കൂളിൽ വന്നു. സ്കൂളിൽ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുക. 3 മണിയായിട്ടുള്ളൂ. വൈകിട്ട് 5:30 6 മണിയൊക്കെ ആകുമ്പോഴാണ് സാംസ്കാരിക സമ്മേളനവും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതിനുശേഷം 8 മണിയൊക്കെ ആകും കുട്ടികളുടെ പരിപാടി നടക്കുക. സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ മേക്കപ്പിനുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 3 മണിയാകുമ്പോഴാണ് അവരെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞത്. അപ്പം 3 മണിയാകുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ വന്നു. ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കലാമണ്ഡലം ഐശ്വര്യ ടീച്ചറാണ് ഇവരെ ഈ പ്രാവശ്യം ഡാൻസ് പഠിപ്പിച്ചത്. എല്ലാ പ്രാവശ്യവും വേറെ വേറെ അധ്യാപകരാണ് വരുന്നത്. ഈ പ്രാവശ്യം ഇത് സ്കൂളിലെ അധ്യാപകരാണ് കേട്ടോ. അഖില ടീച്ചറും സുധ ടീച്ചറും, അവരുടെ ഡ്രസ് കോഡാണത്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന്, അത് മേക്കപ്പ് ചെയ്യാനുള്ള കുട്ടികളാണ് കേട്ടോ. ഇവരൊക്കെ മേക്കപ്പ് ചെയ്യാനാണ്. ഇതാണ് ഐശ്വര്യ ടീച്ചർ, കലാമണ്ഡലത്തിലെ ടീച്ചറാണ് കേട്ടോ. ടീച്ചറാണ് ഈ പ്രാവശ്യം ഞങ്ങളെ കുട്ടികളെ ഡാൻസൊക്കെ പഠിപ്പിച്ചത്. നല്ല സൂപ്പറായിരുന്നു. ഡാൻസൊക്കെ നല്ല വെറൈറ്റി ഡാൻസുകളായിരുന്നു. അതൊക്കെ ഞാൻ വലിയ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവൂസിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് അവരുടെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇടാതെ വന്ന കുട്ടികളുടെ കയ്യിലൊക്കെ മൈലാഞ്ചിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അവളുടെ ഫ്രണ്ട്സാണ് കേട്ടോ അത്. ദിയ, ഹാരിക, എല്ലാവരും അവളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ ദേവൂസും കുട്ടികളുമായിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞാൽ പിന്നെ മേക്കപ്പിന് കൊണ്ടാക്കും കേട്ടോ. മേക്കപ്പ് റൂമിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതെൻ്റെ ഒരു ഫ്രണ്ടാണ് അനു. അപ്പം മേക്കപ്പ് അങ്ങനെ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്തു. രംഗപൂജയ്ക്കുള്ള കുട്ടികൾക്ക് കേട്ടോ ആദ്യം മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഈ നീല ഡ്രസ്സ് അവരുടെയാണ്. ദേവൂസിൻ്റെയൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേക്കപ്പും കാര്യങ്ങളും. അപ്പം ഞങ്ങൾക്കും PTA-ക്കും ഉണ്ട് ഡ്രസ് കോഡൊക്കെ കേട്ടോ. പക്ഷെ ഞങ്ങളിപ്പോൾ പോയിട്ട് ദേവൂസിന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ. അവർക്കപ്പോൾ വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അത് സെറ്റാക്കി കൊടുക്കാമെന്ന് പറയുമായിരുന്നു. കണ്ടോ, അവർക്ക് നീല ഡ്രസ്സാണ്. ദേവൂസിൻ്റെയൊക്കെ ഡ്രസ്സാണ് കേട്ടോ ഇത്, നീല. അപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ട് ഇനി ഫേസിലേക്കുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നിന്ന് കൊടുക്കുക കേട്ടോ. ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫുൾ വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇടാം കേട്ടോ. നല്ല പരിപാടിയായിരുന്നു. ഈ പ്രാവശ്യത്തെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഡാൻസായിരുന്നു. ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് LKG UKG അങ്ങനെ തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് കേട്ടോ. ഈ നീല ഡ്രസ്സൊക്കെ രംഗപൂജയ്ക്കുള്ള ഡ്രസ്സുകളാണ്. അപ്പം ഞാനിനി വീട്ടിൽ പോയിട്ട് വേണം തിരിച്ച് പരിപാടിക്കൊക്കെ വരാൻ. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ് സ്കൂളിൽ നിന്ന്. 5 മണിയായി കാണിപ്പോൾ.